ചെറുവയൽ രാമൻ ഒരു പ്രതീകമാണ്. മണ്ണിന്റെ നന്മകളെ നെഞ്ചോട് ചേർത്ത് നാട്ടറിവുകളെ ജീവശ്വാസമായി കരുതി ജീവിക്കുന്ന ലോകമെങ്ങുമുള്ള ജൈവ മനുഷ്യരുടെ പ്രതീകം. സർക്കാർ ജോലി എന്ന പ്രലോഭനത്തെയും രാമൻ അതിജീവിച്ചു. കൃഷിയാണ് രാമന്റെ മതവും വിശ്വാസവും. ചെറുവയൽ രാമൻ എന്ന കാടിന്റെ മകൻ ആദിമ കൃഷിരീതികൾ പിന്തുടരുന്നു. 40ഓളം നെൽവിത്തിനങ്ങളെ ലോകത്തിനായി വരും തലമുറയ്ക്കായി കാത്തുവെച്ച് വിതരണം ചെയ്ത് ഒരായുസ് സഫലമാക്കുന്നു. വെയിലും മഴയും മഞ്ഞും കാലവും പ്രായവും ഒന്നും ഈ മനുഷ്യന് തടസ്സമാകുന്നതേയില്ല. ആരോഗ്യമാണ് നമുക്ക് മെയിൻ. കള്ളികൾ കണ്ടോ, അത് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല ഭക്ഷണം. നല്ല ഭക്ഷണം ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നല്ല വെള്ളം ഏതാണെന്ന് തിരിച്ചറിയണം. നല്ല മണ്ണ് ഏതാണെന്ന് തിരിച്ചറിയണം. നല്ല പ്രകൃതി ഏതാണെന്ന് തിരിച്ചറിയണം. പിന്നെ ഇത് 120 മുതൽ 90 ദിവസം മൂപ്പുള്ളതാണ് ഈ ലൈന്. ആ ലൈന് 150 ദിവസം മൂപ്പുള്ളതാണ് ആ ലൈന്. 180 ദിവസം മൂപ്പുള്ളതാണ് അപ്പുറത്തെ ലൈന്.
മനസ്സിലായില്ലേ? ആ ബാക്കി നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. അതെ, ഡീറ്റെയിലോട്ട് നിങ്ങൾ പറഞ്ഞോളൂ. അപ്പം നിങ്ങളുടെ വോയിസ് ഇത് 90 ദിവസം, 90 120 ഇത് 90 അല്ല, ഇത് 120 90 ഈ ലൈൻ മൊത്തം. കുട്ടികളെ പറഞ്ഞ് മനസ്സിലായി. കുട്ടികളെ ഇവിടെ ശ്രദ്ധിക്കണേ, ഇത് പലതരം വിത്തുകൾ ഒരുമിച്ച് കൃഷി ചെയ്തിരിക്കുന്നതാണ്. പലതിനും പല കാലയളവാണുള്ളത്. ഇത് ഈ ഭാഗത്തേക്കുള്ളത് 90 ദിവസമാണ് അല്ലേ? 120 മുതൽ 120 മുതൽ 90 ദിവസം വരെ 90 ദിവസം മുതൽ 120 ദിവസം വരെയാണ് ഇതിന്റെ ഹാർവെസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത്. പിന്നെ ഓരോ ചെറിയ, നിങ്ങൾക്ക് സൂക്ഷിച്ചാൽ കാണാൻ ചെറിയ ചെറിയ കള്ളി പോലെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്, ഒരു ചെറിയ ബോക്സ് പോലെ. അതിൽ ഓരോ ബോക്സിലും ഓരോ ഇനം വിത്തുകളാണ് നട്ടിരിക്കുന്നത്. അങ്ങനെ എത്ര തരം വിത്തുകളുണ്ട്? 60 തരം വിത്തുകളുണ്ട്. രാമേട്ടന്റെ കയ്യിൽ ഇപ്പൊ 60 തരം വിത്തുകളുണ്ട്. വയനാടൻ പൈതൃക വിത്ത്. പ്രത്യേകമായിട്ട് വയനാടൻ പൈതൃക വിത്താണ് രാമേട്ടൻ കൃഷി ചെയ്യുന്നത്. രാമേട്ടൻ ചെയ്യുന്നത്. അപ്പം അത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി, അത് സംരക്ഷിക്കാൻ വേണ്ടിയും ആണ്. നമുക്കിപ്പോൾ പുതിയ മോഡേൺ വിത്തുകളാണ് വരുന്നത്. HYV സീഡ്സ് എന്ന് പറഞ്ഞിട്ട് ഹൈബ്രിഡ് സീഡ്സ് ആണ് നമുക്ക് വരുന്നത്. അതൊരു ഹൈ പ്രൊഡക്ഷൻ ആണ്. പക്ഷെ നമുക്ക് പാരമ്പര്യമായിട്ട് നമുക്ക് കൈമാറി വന്ന കുറേ വിത്തുകളുണ്ട്. ആ വിത്തുകളാണ് മനസ്സിലായോ? അപ്പോൾ നമ്മളെ പ്രകൃതിക്ക് ഇണങ്ങിയതും നമ്മുടെ മറ്റു ടീച്ചേഴ്സ്, പ്രിയ കുട്ടികളെ, നമ്മളിവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണുവാനും അനുഭവിക്കുവാനും ചർച്ച ചെയ്യാനും മനസ്സിലാക്കുവാനും വന്നിരിക്കുന്നതാണ്. അപ്പം നമ്മൾ അതിൻ്റെതായ ആ സീരിയസ്നെസ്സിൽ കാര്യങ്ങൾ കാണുക, പരസ്പരം സംസാരിക്കാതിരിക്കുക. അപ്പോൾ ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടെയും ആൻഡ് സ്കൂളിൻ്റെ പേരിൽ രാമേട്ടനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം നമ്മൾ ഓരോരുത്തരെയും, നമ്മളാണ് ഇതിന്റെ ഭാഗവാക്കുകൾ, നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. രാമേട്ടൻ പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക, അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ വേറെ ഔപചാരികമൊന്നും ഇല്ലാതെ തന്നെ രാമേട്ടനെ കാര്യങ്ങൾ പറയാനായിട്ട് ക്ഷണിക്കുന്നു. നമ്മള് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥലം സെലക്ട് ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ? രാമേട്ടൻ പ്രശസ്തനായത് നിങ്ങൾക്കറിയോ? ചെറുവയൽ രാമൻ എന്ന രാമേട്ടൻ ട്രഡീഷണൽ ആയിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള വിത്തുകളുടെ സംരക്ഷകനാണ്.
ഇങ്ങനെ ആ വിത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഒത്തിരിയേറെ കാര്യങ്ങൾ രാമേട്ടൻ ചെയ്തിട്ടുണ്ട്. അത് വിവരിച്ചു തരും. അപ്പം രാമേട്ടന്റെ പ്രവൃത്തികളെ രാജ്യം അത്രയേറെ, ഇന്ത്യ മഹാരാജ്യം അത്രയേറെ വിലമതിക്കുന്നു. എന്താണെന്ന് അറിയില്ലല്ലോ, അതാണ് അതിൻ്റെ കുഴപ്പമാണ്. ഞാനതിനെ ഒന്നും പറയാനും പോകില്ല, ഞാനത് കാണിക്കാനും പോകില്ല. തീർന്നല്ലോ. പിന്നെ ഇന്ത്യൻ്റെ പ്രസിഡന്റിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കഴുത്തിട്ട പോലെ ഒരു സാധനം അതും ഉണ്ട് എൻ്റെ കഴുത്തിൽ. അതേപോലെ അത് ഇന്ത്യൻ്റെ പ്രസിഡന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതും കഴുത്തിട്ടുണ്ടാവും, എൻ്റെ കഴുത്തിലുണ്ടാവും. ഇത് ഞാൻ ഇടയില്ല, അത് കഴുത്തിലുണ്ടാവും എവിടെ പോയാലും. പക്ഷെ ഇത് കാണുമ്പോൾ ആരും വിചാരിക്കും ഇതൊരു നമ്മളെ പ്രസിഡന്റ് തന്നിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണെന്നും. ആരെ എപ്പോഴത്തെ പ്രസിഡന്റ്? ദ്രൗപദി മുർമു. അവരെ ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് എൻ്റെ കഴുത്തിൽ തൂങ്ങുന്നത് ആരും കണ്ടിട്ടുണ്ടാവില്ല, അല്ലേ? കാണുകയില്ല. ഞാനത് മുണ്ടാരും പോകില്ല, മനസ്സിലല്ലേ? അപ്പം അങ്ങനെ അതിൻ്റെ കിടപ്പ് അതങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, സമയക്കുറവുണ്ട്, ഇത്തരം കൃഷികൾ. അപ്പം എന്താണ് ഇങ്ങനെയൊക്കെ ഒരു ഞാനിങ്ങനെ ഒരു വിത്ത് സംരക്ഷിക്കാനുള്ള കാരണം എത്തിയത് എന്താണെന്ന് ചോദിച്ചാൽ, ഹരിത വിപ്ലവം. എപ്പോഴാണ് ഹരിത വിപ്ലവം നമ്മൾ നടപ്പിലാക്കിയത്? നമ്മൾ ഗവൺമെൻറ് ദാരിദ്ര്യം തുടച്ചു മാറ്റാൻ വേണ്ടി, ആ ദാരിദ്ര്യം തുടച്ചു മാറ്റാൻ വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി പ്രോജക്റ്റായിരുന്നു ഹരിത വിപ്ലവം. ആ ഹരിത വിപ്ലവത്തിൽ വന്നിട്ടുള്ള പോരായ്മ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം പുതിയ വിത്തുകൾ, കാരണം മനുഷ്യനിർമ്മിതമായ എല്ലാ വസ്തുക്കളും വെച്ച് നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കുന്നു. അതിലെല്ലാം ഉണ്ട്, മത്സ്യം, മുട്ട, പാല്, ചെറുധാന്യങ്ങൾ, പഴങ്ങളൊക്കെ. ഇപ്പോഴത്തെ പഴത്തിനൊക്കെ കുരില്ല, ഒരു കുരു അതിൻ്റെ അകത്തുണ്ടാവില്ല, മനസ്സിലല്ലേ? പണ്ടൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ, പഴം കഴിക്കുമ്പോൾ, ഓറഞ്ച് കഴിക്കുമ്പോൾ ഒത്തിരി വിത്തുകൾ ഇത് കാണും. ആ ഓറഞ്ച് കഴിച്ചാൽ കഴിക്കുന്ന ആളുകൾക്കും കുട്ടി ഉണ്ടാവും എന്നാണ് എൻ്റെ അർത്ഥം. മറ്റൊരു കുട്ടി ഉണ്ടാവില്ല, എൻ്റെ വിത്തില്ലല്ലോ, അല്ലേ? ഇതിന് വലിയ സയന്റിസ്റ്റ് ഒന്നും വേണമെന്നില്ല. പറഞ്ഞു വരുന്നത് പാടത്തെ പറ്റിയാണ്. നിങ്ങൾ ശ്രദ്ധ പിങ്ങി കൊണ്ടുപോകണം അങ്ങോട്ട്. ആരും ഒറ്റപ്പാടാക്കല്ലേ, നമുക്ക് കുറഞ്ഞ സമയമുള്ളൂ. മേളില് 80% പൂഴിയ എന്ന് വെച്ചാൽ മണല, 20% അല്ലേ? ഞാൻ ചോദിക്കട്ടെ, മോള് വയറ് വേദന എടുത്തുകൊണ്ട് പടയാണ് എങ്ങനെ? അമ്മ എന്നെ കൊല്ലുന്ന പറഞ്ഞു, അത്രയും വേദന പൊടിപ്പിച്ച അപ്പൊ ഒരാൾ വന്നൊരു മരുന്ന് അല്ലേ? രോഗം മാറിയപ്പോൾ വളരെ സന്തോഷമായി, ശരിയല്ലേ? പിന്നെ എങ്ങനെ ആടാനും പാടാനും കളിക്കാനും ചിരിക്കാനും ഒക്കെ ഭക്ഷണത്തിൽ നടക്കുമ്പോൾ അതിനൊരു കൃഷിക്കാരുണ്ടാക്കണ്ടേ, വേണ്ടേ? പിന്നെ അതിന്റെ മുകളിൽ വേറെ ആരല്ല, ആരുമില്ല. ഒരു രോഗവും മാറി ഭക്ഷണം കിട്ടി പിന്നെ അയാൾ ദൈവത്തിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങൂല. ശരിയാണോ? അപ്പോ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ആരാണ് നമ്മളെ ഭക്ഷണം തന്ന? ജയ് ജവാൻ ജയ് കിസാൻ. ഇവർ രണ്ടുപേരാണ് രാജ്യത്തിന്റെ വടക്കാത്ത
നമോ